ഹലോ വെൽക്കം ടു ഗോപിക സ്റ്റഡീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 4th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് ഗെറ്റ് ടുഗദർ എന്നാണ്. അപ്പോൾ ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് വന്നിരിക്കുന്ന ഒരു സോങ് ആണ്. അതായത് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ഒരു സോങ് ആണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ചെറ്റ് പവേഴ്സ്, CHET, ചെറ്റ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സിംഗർ സോങ് റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സോങ് പലരും പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദ യങ് ബ്ലഡ്സ് എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ബാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അത് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ റിനൗണ്ട് ആവുന്നത് ഇവരുടെ പെർഫോമൻസ് ആണ്. ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന സോങ് റിനൗണ്ട് ആവുന്നത് ഈ യങ് ബ്ലഡ്സിൻ്റെ പെർഫോമൻസിലൂടെയാണ്. അപ്പോൾ ഈ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സോങ് റൈറ്റ് ചെയ്തിരിക്കുന്നത് യങ് ബ്ലഡ്സ് അല്ല, പക്ഷേ ഈ സോങ് പെർഫോം ചെയ്തിരിക്കുന്ന ആ ഒരു മ്യൂസിക്കൽ ബാൻഡിൻ്റെ പേരാണ് യങ് ബ്ലഡ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു യങ് ബ്ലഡ്സിനെ പറ്റി നോക്കാം. The Young Bloods, an American rock band consisting of Jesse Collins Young, Jerry Corbett, Lowell Banana Levinger and Joe Bower. ഇങ്ങനെ ഈ 4 പേരടങ്ങുന്ന ഒരു അമേരിക്കൻ റോക്ക് ബാൻഡിനെയാണ് നമ്മൾ യങ് ബ്ലഡ്സ് എന്ന് പറയുന്നത്. 4 പേരുടെ ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The Young Bloods, the debut studio album of the band, was released in 1967. It was reissued in 1971 under the title Get Together. The album peaked at number 131 on the Billboard 200 and 2 years later it sold more than 1 million copies. അപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കമ്മിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അത് ആദ്യം റിലീസ് ചെയ്യുന്നത് 1967 യങ് ബ്ലഡ്സ് അവരുടെ ആ ഒരു ഡെബ്യൂട്ട് സ്റ്റുഡിയോ ആൽബമായിട്ടാണ് ഇതിനെ പുറത്തിറക്കുന്നത്. അതിനുശേഷം 1971 ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന ടൈറ്റിൽ ഇത് വീണ്ടും റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിൽബോർഡ് 200 ആ ഒരു ആൽബംസിൻ്റെ മോസ്റ്റ് ഫേമസ് ആൽബംസിൻ്റെ ലിസ്റ്റിൽ 131 റാങ്കിങ്ങിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 വർഷത്തിന് ശേഷം ഏകദേശം 1 മില്യൺ കോപ്പീസൊക്കെ ഇത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിറ്റ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സോങ്ങാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോങ്ങാണ് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന സോങ്. അപ്പോൾ ഇത് ഫേമസ് ആയിട്ട് വരുന്നത് ആദ്യം റിലീസിൻ്റെ സമയത്തൊന്നും അത്രയും ഫേമസ് ആയിരുന്നില്ല. പിന്നെ ഫേമസ് ആയിട്ട് വരുന്നത് ഈ ബ്രദർഹുഡ് മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ സോങ് യൂസ് ചെയ്ത് തുടങ്ങിയതോടുകൂടിയാണ് ഒരു വേൾഡ് ഫേമസ് ആയിട്ട് ഈ സോങ് മാറുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സോങ്ങിലേക്ക് നോക്കാം. ഫസ്റ്റ് ഈ സോങ് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് 2 കോൺട്രാസ്റ്റിംഗ് ഐഡിയാസാണ് വന്നിരിക്കുന്നത്. ഒന്ന് ലവും 2 ഫിയറുമാണ്. അപ്പോൾ ലവിനെ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. എന്താണ് പുതിയ ക്രിയേഷൻസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു നല്ല ഇമോഷനായിട്ടാണ് കൺവേ ചെയ്തിരിക്കുന്നതെങ്കിൽ ഫിയറിന് എന്ത് ചെയ്യാന്ന് ഡെത്തോ അല്ലെങ്കിൽ ഡിസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഡിമിനിഷനിങ്ങോ ഒക്കെ ആയിട്ടാണ് ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റിംഗ് ഐഡിയ ആണ് ലവ് വേഴ്സസ് ഫിയർ. അതാണ് ഈ സോങ്ങിൻ്റെ തീം. Love is but a song we sing. Fears the way we die. You can make the mountains ring or make the angels cry. Though the bird is on the wing and you may not know why. ഇപ്പോൾ പറയുകയാണ് എന്താണ്, ലവ് ഈസ് ബട്ട് എ സോങ് വി സിങ്. നമ്മൾ പാടുന്ന ഒരു സോങ് ആണ് ലവ്. അതായത് അത്രയും എഫേർട്ട്ലെസ് ആയിട്ടുള്ള, അത്രയും വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ തിങ് ആണ് നമ്മൾ പാടുന്ന ഒരു സോങ് ആണ് ലവ് എന്ന് പറയുന്നത്. മറിച്ച് ഫിയർ എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്ന ഒരു രീതിയാണ്. ഫിയർ ഇസ് ദ വേ വി ഡൈ. നമ്മൾ മരിക്കുന്ന രീതിയാണ്. അതായത് ഫിയറിനെ ഇവിടെ കൺവേ ചെയ്തിരിക്കുന്ന ഡെത്തുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ മരണവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫിയറിനെ കൺവേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മരിക്കുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ മരണമാണ് ഫിയർ. യു ക്യാൻ മേക്ക് ദ മൗണ്ടൻസ് റിങ് ഓർ മേക്ക് ദ ഏഞ്ചൽസ് ക്രൈ. ഇപ്പോൾ ഒരു ഹ്യൂമൻ്റെ ഇമോഷൻസിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇമോഷൻസിന് വലിയ പവറുണ്ട്. അതായത് ഇവിടെ ആ ഒരു സോങ്ങിൽ കൺവേ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, മൗണ്ടൻസിനെ ഇറങ്ങി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ആക്കുക അല്ലെങ്കിൽ സന്തോഷവാന്മാരാക്കുക. ഇപ്പോൾ ജീവനില്ലാത്ത ഒരു മൗണ്ടനെ പോലും, ലൈഫ്ലെസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ പോലും, ലൈഫ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പോലും എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് തന്നെ ഒരു ലൈഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ ഇമോഷൻ. അപ്പോൾ ആ ഒരു ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുമ്പോൾ ലവ്. മറിച്ച് ഹ്യൂമൻ ഇമോഷൻ എന്തെങ്കിലുമുള്ള കഴിവുണ്ട്, ഏഞ്ചൽസിനെ ക്രൈ ചെയ്യിക്കാനുള്ള. ഏഞ്ചൽസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഡിവൈൻ ബീയിങ്സ് ആണ്. അങ്ങനെയുള്ള ആ ഒരു ഏഞ്ചൽസിനെ വരെ ക്രൈ ചെയ്യിക്കാൻ ശേഷിയുള്ള
ഇമോഷൻസ് ആർക്കുണ്ട്? ഹ്യൂമനുണ്ട്. അവിടെയാണ് ഫിയറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ലവിനെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മൗണ്ടൻസിനെ വരെ റിങ് ചെയ്യിക്കാൻ പറ്റും. അതായത് മലകളെ, ജീവനില്ലാത്തൊരു ഒബ്ജക്റ്റിനെ പോലും എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിയറിന് എന്ത് ചെയ്യാൻ പറ്റും? ഏഞ്ചൽസിനെ വരെ ക്രൈ ചെയ്യിക്കാൻ പറ്റും. ഏഞ്ചൽസിനെ വരെ ദുഃഖിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ദോ ദ ബേർഡ് ഈസ് ഓൺ ദ വിങ് ആൻഡ് യു മേ നോട്ട് നോ വൈ. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനെ ഇവിടെ പറയുകയാണ്, മനുഷ്യൻ്റെ അടുത്ത് പറയുകയാണ്, ആ പറക്കുന്ന പറവകൾക്ക്, ആ ചിറകുമായിട്ട് പറക്കുന്ന പറവകൾ എന്ത് ചെയ്യുന്നില്ല? ഇതൊന്നും ചിന്തിക്കുന്നില്ല. അവർ ഫ്രീ ആയിട്ട് പറക്കുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്താൽ മാത്രമേ, ഫ്രീ ആയിട്ട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഒരു ലവ് ഫ്ലറിഷ് ചെയ്യത്തുള്ളൂ. അതുപോലെയാണ് മനുഷ്യൻ്റെ അടുത്ത് പറയുന്നത്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓവർ അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം ഫ്രീ ആയിട്ടിരിക്കുക, ഓവറൊന്നും ചിന്തിക്കാതെ ഫ്രീ ആയിട്ടിരിക്കുക. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലവ് ഫ്ലറിഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ബേർഡിനെ പോലെ ഫ്രീ ആയിട്ടിരിക്കുക, കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ലവിനെ ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് എന്താണ്? ലവിനെ ഫിയറിനെയും കമ്പയർ ചെയ്ത് പറയുകയാണ്. ലവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സിങ് ചെയ്യുന്നൊരു സോങ് ആണ്. മറിച്ച് ഫിയർ എന്ന് പറയുന്നത് നമ്മൾ മരിക്കുന്ന ഒരു രീതിയാണ്. ദ വേ വി ഡൈ. ഓക്കെ. അപ്പോൾ ഈ ഹ്യൂമൻ ഇമോഷൻസ്, ഈ രണ്ട് ഹ്യൂമൻ ഇമോഷൻസിന് എന്തുള്ള കഴിവുണ്ട്? മൗണ്ടൻസിനെ റിങ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അതായത് ലവിന് മൗണ്ടൻസിനെ റിങ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. ഏഞ്ചൽസിനെ ക്രൈ ചെയ്യിക്കാനുള്ള കഴിവ് ആർക്കും ഉണ്ട്? ഫിയറിനും ഉണ്ട്. അപ്പോൾ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് ഹ്യൂമൻ ഇമോഷൻസ് ആണ് ലവ് ആൻഡ് ഫിയർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിത് ഓവർ അനലൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തൊന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. എന്താണ്? ഒരു ബേർഡ് കണ്ടിട്ടില്ലേ? ബേർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബേർഡ് ഫ്രീ ആയിട്ട് ലവിനെ ചൂസ് ചെയ്യുകയാണ്. അത് ഫ്രീ ആയിട്ട് പറന്ന് നടക്കുകയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? മനുഷ്യൻ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ടിരിക്കണം. ഓവർ അനലൈസ് ചെയ്യുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക? ലവ് ചൂസ് ചെയ്യുക. Come on people now, smile on your brother, everybody get together, try to love one another right now. ഇപ്പോൾ പറയുകയാണ്, come on people now. ഇതാണ് ആൾക്കാരെ വിളിച്ച് കൂട്ടുകയാണ്. അതാണല്ലോ നമ്മുടെ സോങ്ങിൻ്റെ ആ ഒരു ടൈറ്റിൽ തന്നെ, ഗെറ്റ് ടുഗദർ, ഒരുമിപ്പിക്കുകയാണ്. അപ്പോൾ ആൾക്കാരെ എന്ത് ചെയ്യുക? വിളിച്ച് കൂട്ടുക. come on people now, ഇപ്പോൾ തന്നെ കൂട്ടുക. smile on your brother, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ബ്രദറിനെ നോക്കി, അല്ലെങ്കിൽ ബ്രദേഴ്സിനെ നോക്കി എന്ത് ചെയ്യുക? സ്മൈൽ ചെയ്യുക. ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ. എല്ലാവരും ഒരുമിച്ച് കൂടി സഹോദരങ്ങളെ നോക്കി സ്മൈൽ ചെയ്യുക. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ സഹോദരങ്ങളെ നോക്കി സ്മൈൽ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഔട്ട്സൈഡറായിട്ടുള്ളത്, അങ്ങനെ പുറത്തു നിന്നുള്ള ആയിട്ട് ആരുമില്ല. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം എന്താണ്? ബ്രദേഴ്സാണ്, സഹോദരങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. മനുഷ്യരെല്ലാം എന്താണ്? ബ്രദറാണ്, നമ്മുടെ ബ്രദറാണ് ബാക്കി മനുഷ്യരെല്ലാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? എവരിബഡി ഗെറ്റ് ടുഗദർ, എല്ലാവരും എന്ത് ചെയ്യുക? ഒരുമിച്ച് ചേരുക. അപ്പോൾ എല്ലാവരും നമുക്ക് പരിചയമുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്, അല്ലാതെ ഔട്ട്സൈഡറായിട്ട് ആരുമില്ല. ലോകം എന്ന് പറയുന്ന ഫാമിലിയിലെ മെമ്പേഴ്സാണ് എല്ലാവരും, ഔട്ട്സൈഡറായിട്ട് ആരുമില്ല എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ സെക്കൻഡ് സ്റ്റാൻസിലേക്ക് വരുമ്പോൾ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. ഇങ്ങനെ ആ ഒരു പല ഡിവിഷൻസും ഡിവൈഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യുക? പരസ്പരം സ്നേഹിക്കുക. എപ്പോൾ? റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ. ഇനി ഒരിക്കലും എന്ത് ചെയ്തുകൂടാ? താമസിച്ചുകൂടാ. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പരസ്പരം എല്ലാവരും ഒത്തുചേർന്ന് പരസ്പരം ചിരിച്ച് സന്തോഷിച്ച് സ്നേഹിച്ച് ജീവിക്കുക. സം മേ കം ആൻഡ് സം മേ ഗോ, വി വിൽ ഷുവർലി പാസ്. വെൻ ദ വൺ ദാറ്റ് ലെഫ്റ്റ് us ഹിയർ റിട്ടേൺസ് ഫോർ us at last, we are but a moment's sunlight fading in the grass. അപ്പോൾ പറയുകയാണ്, എന്താണ്? ചില ആൾക്കാർ വരും, ചില ആൾക്കാർ പോകും. നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്യും. നമ്മളും എന്ത് ചെയ്യും? ഉറപ്പായിട്ടും പാസ് ചെയ്ത് പോകും. ചില ആൾക്കാർ വരും, ചില ആൾക്കാർ പോകും. നമ്മളും പാസ് ചെയ്ത് ഇങ്ങനെ പോകും. അറ്റ് ലാസ്റ്റ്, ഏറ്റവും അവസാനം എന്ത് ചെയ്യും? ആ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. വെൻ ദ വൺ ദാറ്റ് ലെഫ്റ്റ് us ഹിയർ റിട്ടേൺസ് ഫോർ us at last, നമ്മളെ ഇപ്പോൾ വിട്ടുപോയ ആൾക്കാരെല്ലാം പിന്നീട് ഒരിക്കലും എന്ത് ചെയ്യും? നമ്മളെ തേടി വരും. അപ്പോൾ പറയുന്നത് എന്താണ്? മനുഷ്യൻ്റെ കണക്ഷൻസിനെയാണ്, മനുഷ്യൻ്റെ ഇമോഷൻസിനെയും കണക്ഷൻസിനെയാണ്. അപ്പോൾ എല്ലാം ടെമ്പറിനെയാണ്. മനുഷ്യൻ കണക്ഷൻസ് സ്ഥാപിക്കുന്നു, അത് വീണ്ടും കുറച്ച് കാലം കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു? പുതിയ കണക്ഷൻസ് വരുന്നു, പിരിഞ്ഞു പോയ ആൾക്കാരെ വീണ്ടും പരിചയപ്പെടുന്നു, കാണുന്നു. അങ്ങനെ എന്താണ്? മനുഷ്യൻ്റെ ഇമോഷൻസും കണക്ഷൻസും എല്ലാം, ഹ്യൂമൻ റിലേഷൻഷിപ്സും എല്ലാം എന്താണ്? അങ്ങനെയാണ്. ഒരാൾ വരും, മറ്റൊരാൾ പോകും, മറ്റൊരാൾ വരും, ഈ വന്നയാൾ പോകും. അങ്ങനെയൊക്കെയുള്ള എന്താണ്? ആ റിലേഷൻഷിപ്സും കണക്ഷൻസും എല്ലാം അങ്ങനെയാണ്. അത് ടെമ്പററി ആണ്, സ്റ്റേ ചെയ്യുന്നതല്ല, പെർമനൻ്റായിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു കാര്യമല്ല. എന്നിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഒരു സൺലൈറ്റ് ഒരു ഗ്രാസിൽ വന്ന് വീഴുന്നത് കണക്കാണ്.
പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഗ്രാസിൽ വന്ന് സൺലൈറ്റ് വീണിട്ട് അതങ്ങ് പോകും. സൺലൈറ്റ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും. വീണ്ടും പിറ്റേ പ്രഭാതത്തിൽ വീണ്ടും സൺലൈറ്റ് വരും. അതുപോലെയാണ് ഹ്യൂമൻ കണക്ഷൻസ്. ഇന്ന് പരിചയപ്പെടുന്നു, നാളെ ഒരു കണക്ഷൻസും ഇല്ലാതെ ആവുന്നു, വീണ്ടും മറ്റന്നാൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും കണ്ട് പരിചയപ്പെടുന്നു. അങ്ങനെയാണ് ഹ്യൂമൻ കണക്ഷൻസ്, റിലേഷൻഷിപ്സ് എന്നൊക്കെയാണ് ഈ ഒരു സോങ്ങിൽ പറയുന്നത്. Come on, people now, smile on your brother, everybody get together, try to love one another right now. വീണ്ടും പറയുകയാണ്, എന്താണ്, കമോൺ, വീണ്ടും വരിക, എന്താണ്, എല്ലാ ആൾക്കാരും വരിക, ഇപ്പോൾ നൗ. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞത് കണക്ക് തന്നെ എന്ത് ചെയ്യുക, ബ്രദറിനെ നോക്കി സ്മൈൽ ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒത്തുചേരുക, പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക. അത് വീണ്ടും വീണ്ടും ആ ഐഡിയ നമ്മുടെ ഉള്ളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഔട്ട്സൈഡറായിട്ട് ആരുമില്ല, എല്ലാവരും എന്താണ്, ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് ചെയ്യണം, മീൻസ് ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീണ്ടും ഒത്തുചേർന്ന് പരസ്പരം സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ഐഡിയ കൺവേ ചെയ്യാനാണ് ഈ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. If you hear the song I sing, you will understand. Listen. You hold the key to love and fear, all in your trembling hand. Just one key unlocks them both. It's there at your command. പറയാണ്, എന്താണ്, ഈ ഒരു സോങ്ങിൽ പറയുകയാണ്, എന്താണ്, എൻ്റെ സോങ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കിതൊന്ന് മനസ്സിലാവും. ഞാൻ പറയുന്ന ആശയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, ലിസൺ. നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ആ ഒരു ട്രെംബ്ലിങ് ഹാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, വിറയ്ക്കുന്ന കൈ. വിറയ്ക്കുക എന്ന് ഉദ്ദേശിച്ചത് ഫിയർ കൊണ്ടാകാം, നെർവസ്നെസ് കൊണ്ടാവാം, എന്തുകൊണ്ടാവാം. നമ്മൾ ആ ഒരു കയ്യിൽ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുകയാണ്. പക്ഷേ ആ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ചോയ്സ് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ആ ട്രെംബ്ലിങ് ഹാൻഡിൽ എന്തുണ്ട്, ഒരു കീ ഉണ്ട്, ഒരു താക്കോലുണ്ട്. ഒരു താക്കോലേ ഉള്ളൂ. ഈ താക്കോൽ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലവ് ആണെങ്കിലും ഫിയർ ആണെങ്കിലും അൺലോക്ക് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ, നമ്മുടെ ആ വിറയ്ക്കുന്ന കയ്യിൽ ട്രംബ്ലിങ് ഹാൻഡിൽ ഒരു താക്കോലുണ്ട്, ഒരു കീ ഉണ്ട്. ആ കീ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അൺലോക്ക് ചെയ്യേണ്ടത്. എന്തിനെ അൺലോക്ക് ചെയ്യേണ്ടത്, ലവിനെയും ഫിയറിനെയും. പക്ഷേ നമുക്ക് ഈ ഒരു കീ വെച്ച് ഒരു കാര്യത്തിനെ മാത്രമേ അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഏതാണ് നമ്മൾ അൺലോക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതായത് സംഭവം ഇത്രയും അവരിങ്ങനെ ഡീപ്പായിട്ട് പോകുന്നുണ്ടെങ്കിലും സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്താണ്, നമ്മൾ ലവ് ചൂസ് ചെയ്യണോ ഫിയർ ചൂസ് ചെയ്യണോ, അതായത് സ്നേഹം ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു ഭയപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്കുള്ള ആ ഡിസ്ട്രക്ഷൻ, ആൾക്കാരെ ദ്രോഹിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നു, അതോ സ്നേഹം ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആണ്. അതിനുള്ള താക്കോലിരിക്കുന്നത് എന്താണ്, നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മളാണ് അതിനകത്തൊന്ന് അൺലോക്ക് ചെയ്യേണ്ടത്. സോ വൈസായിട്ട് നമ്മൾ ചിന്തിച്ച് എന്ത് ചെയ്യണം, ലവ് അൺലോക്ക് ചെയ്യണം. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കമോൺ റൈറ്റ് നൗ. ഇപ്പോൾ തന്നെ പറയുകയാണ്, എന്താണ്, ഇപ്പോൾ തന്നെ വന്ന് എന്ത് ചെയ്യുക, അതൊന്ന് അൺലോക്ക് ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ ലവ് അൺലോക്ക് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലൈ ചെയ്ത് മനസ്സിലാക്കിയെടുക്കണം. അവർ പറയുന്നത് എന്താണ്, ലവ് അൺലോക്ക് ചെയ്യുക ഫിയറിനെ, അതായത് ഡെത്തിനെയോ ഡിസ്ട്രക്ഷനെയോ ഒരു ആൾക്കാരുടെ മൂല്യങ്ങളെ ഡിമിനിഷ് ചെയ്യുന്ന ആ ഒരു എലമെൻസിനെ ഒന്നും എന്ത് ചെയ്യരുത്, അൺലോക്ക് ചെയ്യരുത്. ഐ സെഡ് കം ഓൺ പീപ്പിൾ നൗ, സ്മൈൽ ഓൺ യുവർ ബ്രദർ, എവറിബഡി ഗെറ്റ് ടുഗദർ, ട്രൈ ടു ലവ് വൺ അനദർ റൈറ്റ് നൗ. വീണ്ടും മൂന്നാമത്തെ വട്ടവും ആ ആശയങ്ങൾ തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബ്രദേഴ്സിനെ നോക്കി സ്മൈൽ ചെയ്യുക, എല്ലാവരും ഒത്തുചേരുക, പരസ്പരം സന്തോഷിച്ച് സ്നേഹിച്ച് ജീവിക്കുക. റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ. വീണ്ടും 3 വട്ടം പറയുന്നുണ്ട് റൈറ്റ് നൗ. റൈറ്റ് നൗ എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ തന്നെ, ഇനി താമസിച്ചുകൂടാ. ഇപ്പോൾ തന്നെ ലോകത്ത് ആ ഒരു 1970s അല്ലെങ്കിൽ 1960s 70s ആ ഒരു കാലഘട്ടത്താണ് നടക്കുന്നത്. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റും ആ ഒരു വിയറ്റ്നാം വാറും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ബ്രദർഹുഡ് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇനിയും താമസിച്ചുകൂടാ, എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ആക്ഷൻ എടുക്കുക, പരസ്പരം എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പറയുന്ന ഒരു സോങ്ങാണ് ഗെറ്റ് ടുഗദർ എന്ന് പറയുന്ന സോങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.